നമസ്കാരം. തിലകൻ മരിച്ചിട്ട് ഇപ്പോൾ 13 വർഷമായി. അദ്ദേഹത്തെ പോലെ ഇത്രയധികം കഴിവുള്ള ഒരു സിനിമാ നടൻ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം സീരിയസ് ആയ റോളുകൾ അഭിനയിച്ച് അദ്ദേഹം അവതരിപ്പിച്ചുള്ള കഥാപാത്രങ്ങൾ അത്രയ്ക്കും ഡെപ്ത് ആയിരുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായും പറയാൻ പറ്റും. എത്ര വേഷങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു. 200ഓളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും കന്നഡയിലും തെലുങ്കിലും അടക്കം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് അത്രയും ടഫായിരുന്നു. അത് അങ്ങനെ എളുപ്പത്തിലൊന്നും അവതരിപ്പിക്കാവുന്ന കഥാപാത്രങ്ങളായിരുന്നില്ല. എന്നാൽ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു നിഷേധിയായ ക്യാരക്ടർ കൂടിയായിരുന്നു. സമൂഹത്തിലെ അനീതിക്കും അഴിമതിക്കും എതിരെയുള്ള പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. ആ പ്രതികരണം സിനിമയ്ക്കുള്ളിലും അദ്ദേഹം കടന്നു ചെന്നപ്പോഴാണ് സിനിമയ്ക്കുള്ളിലെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ കൂടി കടന്നു ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഒറ്റപ്പെടലുണ്ടായി. സിനിമയിൽ ബോയ്ക്കോട്ട് ചെയ്തു. പ്രമുഖ നടന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പോലും അമ്മ എന്നുള്ള സംഘടന നിഷേധിച്ചിരുന്നു. അവസാനം പോരാട്ടം നടത്തി അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ എടുത്തു നോക്കിയാൽ മാത്രം മതി. 12ഓളം കേരള അവാർഡുകളാണെങ്കിൽ 3 നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളാണ്, പത്മശ്രീ കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള തിലകന്റെ അവസാനത്തെ പ്രസംഗമാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആ 13 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാനോ അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം പണിയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും എൻഡോവ്മെന്റ് നടത്താനോ അമ്മ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കേണ്ടത് നമ്മളെല്ലാവരും ഡ്യൂട്ടിയാണ്. അദ്ദേഹം അവസാനം നടത്തിയ ആ അത്യുജ്വലമായ പ്രസംഗം കേൾക്കേണ്ടതിനാണ്. നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ഈ വേദിയിലും സദസ്സിലും ഉള്ള എൻ്റെ ഗുരുജനങ്ങളെ എന്ന് ഞാൻ സംബോധന ചെയ്തത് ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ്. അതെന്തുകൊണ്ട് എന്ന് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നതിന് മുമ്പ് പറയാം. ഇന്ന് ഈ മനോഹരമായ സന്ധ്യയിൽ റിയാദ് നാടകവേദി ആൻഡ് ചിൽഡ്രൻസ് തിയേറ്ററിൻ്റെ 2ാമത്തെ ആനുവൽ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ തയ്യാറായ ഇതിൻ്റെ പ്രവർത്തകരോടും എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ ഒരു നാടകം അരങ്ങേറുന്നതായും അറിയാൻ കഴിഞ്ഞു. അതിൽ ചില കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അതിലെ ഒരു പ്രവർത്തകനാണ് കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞത് നാടകം മരിക്കുകയാണെന്ന്. നാടകം ഒരിക്കലും മരിക്കില്ല. നാടകം നമ്മളുടെ ആവശ്യമാണ്, ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. സമൂഹത്തെ പരുവപ്പെടുത്താനും സമൂഹത്തിൻ്റെ സ്വഭാവ രൂപീകരണം നടത്താനും അവരെ നേർവഴിക്ക് നയിക്കാനും നാടകം എന്ന കലാരൂപം വളരെ അധികം പ്രയോജനപ്പെട്ടിട്ടുള്ളതായി എനിക്ക് അനുഭവമുണ്ട്, അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ ഭരണകൂടം, മുൻപുണ്ടായിരുന്ന ഭരണകൂടം നിലനിന്നത് നാടക സാഹിത്യത്തിലൂടെയും നാടകാവതരണത്തിലൂടെയും ആയിരുന്നു. ഞാൻ ആദ്യം വായിച്ച വിദേശ നാടകങ്ങൾ റഷ്യൻ നാടകങ്ങളാണ്. അതെല്ലാം വളരെയധികം വിപ്ലവ വീര്യം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണക്രമത്തിലും
നാടകത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. 1952 ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നാണ് KPAC-യുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അതിലെ ചില ഗാനങ്ങൾ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഒരു പ്രത്യേക അനുഭൂതി പകർന്നു തന്നിട്ടുണ്ട്. നാടകം കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഗാനങ്ങൾ മാത്രം കേട്ട് സംതൃപ്തി അടഞ്ഞ് 8ലും 9ലും 10ലും പഠിച്ചു. 55-ലാണ് ഞാൻ 10ാം ക്ലാസ്സിലുണ്ടായിരുന്നത്. കോട്ടയം MD സെമിനാരിയിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിസ്മസ് അവധി, ആ അവധിക്ക് ഞാൻ മുണ്ടക്കയത്തുള്ള എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കോട്ടയത്ത് വന്ന് പ്രൈവറ്റ് ബസ്സാണെന്ന് സ്വരാജ് മോട്ടോഴ്സ് അതിൽ കയറി ടിക്കറ്റും എടുത്തിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് ഈ വണ്ടി എപ്പോൾ വിടും എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുമ്പോൾ താഴെ ഒരു ബോർഡ് ഇരിക്കുന്നു. ഇന്ന് രാത്രി 9:30 മാലി മൈതാനത്ത് KPAC-യുടെ, അതായത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിക്കുന്നു. രംഗത്ത് കാമ്പിശ്ശേരി കരുണാകരൻ, O. മാധവൻ, ജനാർദ്ദനക്കുറുപ്പ്, അങ്ങനെ പലരും, ആ കൂടെ സുലോചന, സുധർമ്മ എന്നിവരും. നാടകത്തിൻ്റെ പാട്ടുകൾ മാത്രം കേട്ട് ഇത് KPAC-യുടെ നാടകത്തിലെയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന്. നാടകം ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലൊരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ ഒരു വലിയ ഒച്ച ബഹളമൊക്കെ കേട്ട് പുറത്തുനിന്നൊരു ഒരു സ്ത്രീ പ്രത്യേകമായ രീതിയിലൊക്കെ വസ്ത്രധാരണം ചെയ്ത് കയറി വരുന്നു, കൂടെ കുറേ ആൾക്കാരും. അങ്ങനെ ആ കുട്ടി എന്ന് ഞാൻ പറയുന്നത് ബഹുമാനപൂർവമാണ്, ആ സ്ത്രീ എന്ന് തന്നെ പറയാം. അവർ വന്നവിടെ കയറിയിരുന്നു. അവരുടെ അടുത്ത് കുറേ ആൾക്കാർ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ചുറ്റും നിന്നു. ആ സമയത്ത് തിയേറ്ററിൽ ഞാനും നിങ്ങളറിയുന്ന ജോൺ എബ്രഹാം എന്ന സംവിധായകനും അന്ന് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോൺ. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, ഏതാണ് ആ പെണ്ണ്? ഒരു സുന്ദരിയാണല്ലോ. അപ്പോൾ എന്നോട് ജോണൻ പറഞ്ഞടാ, നോട്ടമൊന്നും ഇടണ്ട, നിൻ്റെ വായിലെ പല്ല് മുഴുവൻ പോവും. അവർ KPAC-ലെ നടിയാണ്, സുലോചനയാണ്. അങ്ങനെ ഞാൻ സുലോചനയെ കണ്ട ഒരു ചരിത്രവുമുണ്ട്. ആ സുലോചനയെ കണ്ടപ്പോഴും എനിക്ക് തോന്നി ഈ നാടകം ഒന്ന് കാണണം. അങ്ങനെ ഈ ബോർഡ് കണ്ടതനുസരിച്ച് ഞാനെടുത്ത ടിക്കറ്റ് മറ്റൊരാൾക്ക് കൈമാറി ആ കാശും മേടിച്ച് പോക്കറ്റിലിട്ട് ഞാൻ നേരെ ഇറങ്ങി ജോൺ എബ്രഹാമിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയി നാടകം കാണുകയാണ്. ആ നാടകത്തിൽ കർഷകനെക്കുറിച്ചും കർഷക തൊഴിലാളിയെക്കുറിച്ചും അവൻ്റെ വിഷമതകളെക്കുറിച്ചും അവൻ അനുഭവിക്കുന്ന മർദ്ദനങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം മരവിച്ചുപോയി. കാരണം ഞാൻ ആദ്യമായി ഇതെല്ലാം കേൾക്കുന്നത്. ഇവിടുത്തെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ആ നാടകത്തിലൂടെയാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ നാടകം മുഴുവൻ കണ്ടു, പുറത്തേക്കിറങ്ങി. അപ്പോൾ ഏതാണ്ട് 11-12 മണിയായി. വെളുപ്പിനെ 5:45 ഇനി കുമളിക്ക് ബസ്. ആ ബസ്സിൽ വേണം ഞാൻ മുണ്ടക്കയത്ത് ഇറങ്ങാൻ.
നേരെ വന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന്, അവിടെ ബസ്സൊന്നുമില്ല, ഇനി വെളുപ്പിനെ കൊണ്ട് കയറ്റിയെടുത്തേ ഉള്ളൂ. അവിടെ ഒരു കടത്തിണ്ണയിലിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കിടന്നു, ഉറങ്ങിപ്പോയി. വെളുപ്പിനെ ഏതാണ്ടൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഒരു വലിയ തട്ടും മുട്ടും കേട്ട് ഞാൻ എഴുന്നേറ്റു. ഉറക്കത്തിൽ നുണന്നു. നോക്കുമ്പോൾ ഒരാൾ കെറ്റിൽ കാപ്പി കച്ചവടം, നല്ല ചൂട് കാപ്പി, നീലഗിരി കാപ്പി എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡിസംബർ മാസമാണ്. ഈ കാപ്പിയുടെ ആവി നല്ല നിറത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ കണ്ട കൊതി വരും. അയാളിങ്ങനെ കാപ്പി ആറ്റി എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു ഗ്ലാസ് നോക്കുന്നോ, കഴിക്കുന്നോ? അപ്പോൾ എൻ്റെ കയ്യിൽ ബസ്സിൻ്റെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ 2 അണയേ മിച്ചമുള്ളൂ. ആകെ 2 അണ എന്ന് പറയുന്ന 12 പൈസയാണ്. അതായത് 1 അണ 6 പൈസ. അപ്പോൾ എനിക്ക് ഈ 2 അണ മുണ്ടക്കയത്ത് ചെന്നാൽ അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സിന് കയറി എൻ്റെ വീടിൻ്റെ പടിക്കൽ ഇറങ്ങണമെങ്കിൽ 2 അണ കൊടുക്കണം. അതിന് വച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കാപ്പി കണ്ടപ്പോൾ ഒരു കൊതിയൊക്കെ തോന്നി. നടന്നു പോകാം, ഒരു കാപ്പി കുടിച്ച് കളയാം എന്ന് വിചാരിച്ച് കാപ്പി തരാൻ പറഞ്ഞു. ഈ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അതിൻ്റെ തിണ്ണേന്നൊരു പാട്ട് കേട്ടു. പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ അയ്മാത്തിൻ പോന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഇതായിരുന്നു പാട്ട്. സ്വല്പം ശ്വാസം മുട്ടലുണ്ട്, അതുകൊണ്ട് പാടാനൊക്കെ വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ കുറച്ചു മുമ്പേ ഞാൻ കേട്ടതാണ് ആ നാടകത്തിൽ. അതിനേക്കാൾ മനോഹരമായി ആരോ ഇവിടെ ഇരുന്ന് പാടുന്നു. ഞാൻ ചെന്ന് നോക്കി. എൻ്റെ കൂടെ ഈ ബസ്സിന് കയറാനുള്ളൊരു 10-15 പേരുടെ നിൽപ്പുണ്ട്. അവരും ഈ ചൂട് കാപ്പിയുമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു താടിയൊക്കെ വളർത്തിയ ഒരു ധർമ്മക്കാരനെ പോലെ ഒരാളൊരു ചെറുപ്പക്കാരൻ ആ തൂണിൽ ചാരിയിരുന്ന് പാടുകയാണ്. നിശബ്ദരായി നിന്ന് ഞങ്ങൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇതിലെ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഒരു പാട്ടൂടെ പാടാൻ. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ അത്താഴപ്പട്ടിണിയാണേ, പാടാൻ വയ്യ എന്ന്. അപ്പോൾ എൻ്റെ ഒരെണ്ണ ഇനി ബാക്കിയുണ്ട്. കാപ്പിക്ക് ഒരെണ്ണയേ ഉള്ളല്ലോ. ഞാൻ വേഗം കാപ്പിക്കാരനെ വിളിച്ച് അയാൾക്ക് ഒരു കാപ്പി കൊടുക്കാൻ പറഞ്ഞു. കാപ്പി കൊടുത്തപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, പാടാനല്ല കേട്ടോ, ഇയാൾ കുടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് വന്നു. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ബസ്സിങ്ങനെ വിട്ടു. നേരെ അടുത്ത ജംഗ്ഷന് ചെല്ലുന്നു. അവിടെ നിന്ന് എൻ്റെ ഒരു സഹപാഠി, മുണ്ടക്കയത്തുണ്ടായിരുന്ന സഹപാഠി കയറുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ ഇവിടെ? പേരൂർ എൻ്റെ ഒരു പെങ്ങളുണ്ട്, പെങ്ങളുടെ വീട്ടിൽ വന്നതാ. അങ്ങനെ അവനും കയറി. നല്ല തണുപ്പായിരുന്നതുകൊണ്ട് ഞാൻ ആ ഡ്രൈവറുടെ തൊട്ട് പുറകിലത്തെ സീറ്റിലാണ് കയറി. അവിടെ ആകുമ്പോൾ എൻജിൻ്റെ ചൂടുണ്ടല്ലോ, അങ്ങനെ കയറിയിരിക്കുകയാണ്. അവിടുന്ന് വണ്ടി വിട്ട് ശകലം അങ്ങോട്ട് നീങ്ങിയ ഉടനെ പുറകിന്ന് 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം, പൊന്നരിവാൾ അമ്പിളിയിൽ. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വയറ്റത്ത് തഴമ്പുള്ള 2 കുട്ടികൾ, ഷർട്ടിട്ടിട്ടില്ല, കമ്പിയെ പിടിച്ചിട്ടില്ല, ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് വയറ്റത്തടിച്ച് പാടുകയാണ് ജീവിക്കാൻ വേണ്ടി. പൊന്നരിവാൾ അമ്പിളിയിൽ. ഞാൻ ആലോചിച്ചു, ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഉണ്ടാക്കിയ ചലനം എന്താണ്? ഈ പാട്ട് എവിടെയും കേൾക്കാം. അങ്ങനെ പൊൻകുന്നത്തെത്തുന്നതുവരെ ഈ കുട്ടികൾ പാടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ പാട്ടയുമായിട്ട് ഇങ്ങനെ കിലുക്കി വരും. എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ കാശില്ല, 2 അണ ആകെ ഉണ്ടായിരുന്നത് തീർന്നു പോകും. അപ്പം ഞാൻ ഈ സഹപാഠിയോട് ചോദിച്ചു, നിൻ്റെ പൈസ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, എൻ്റെ 2 രൂപ ഉണ്ട്, അതിങ്ങനെ തരാൻ പറഞ്ഞു. അത് വാങ്ങിച്ച് ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇട്ട് കൊടുത്തു.
അപ്പോൾ ആ കുട്ടികൾ ചോദിച്ചു എത്ര എടുക്കണം? ഞാൻ പറഞ്ഞു മുഴുവൻ എടുത്തു. അങ്ങനെ അവരെ പൊൻകുന്നത്ത് ഇറങ്ങുകയാണ്. പൊൻകുന്നത്ത് വണ്ടി നിർത്തിയിട്ട് കണ്ടക്ടർ പറഞ്ഞു 20 മിനിറ്റ് സമയമുണ്ട്, ആർക്കെങ്കിലും വല്ല ചായയോ കാപ്പിയോ എല്ലാം കുടിക്കാം. ദൈവസഹായം ഹോട്ടല് പൊൻകുന്നത്തുണ്ട്. അപ്പം ചെറിയൊരു ഹോട്ടലാണ്, ഇപ്പോൾ അത് വലുതാണ്, ദൈവസഹായം. അപ്പോൾ എനിക്ക് 2 ഉണ്ടായിരുന്നതും തീർന്ന് നല്ല വിശപ്പും ഉണ്ട്. ആരെങ്കിലും സുഹൃത്തുക്കൾ കാണും, വല്ല ഇഡ്ഡലിയോ വല്ലതും വാങ്ങിച്ച് തന്നേക്കും എന്നൊക്കെ വിചാരിച്ചാണിങ്ങനെ ഇരിക്കുക, വിളിക്കുമെന്ന് വിചാരിച്ച്. അങ്ങനെ ബസ്സിലിരുന്ന് ഈ ദൈവസഹായം ഹോട്ടലിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ഒരാളിരുന്ന് നല്ല ചൂട് പറക്കുന്ന ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുക. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവനിപ്പോൾ എന്നെ കണ്ട വിളിക്കും എന്ന് വിചാരിച്ചിങ്ങനെ അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ എന്നെ കണ്ടു, വേഗം ഇങ്ങ് വാ എന്ന് വിളിച്ചു. പറ്റി, ഒരു 4-5 ഇഡ്ഡലി. ചെന്നപ്പോൾ അവൻ എൻട്രിക്ക് പറഞ്ഞത്, നീ അറിഞ്ഞോ കമ്മ്യൂണിസ്റ്റാക്കി നാടകം നിരോധിച്ചു? ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ കണ്ടാണല്ലോ. ഇന്നലെ കളിച്ചു, ശരിയാണ്, ഇന്ന് മുതൽ കളിക്കാൻ പറ്റില്ല. ഞാനാകെ സ്തബ്ധനായിപ്പോയി. ഞാൻ ഇറങ്ങി, വണ്ടി പോകാനുള്ള സമയമായി, വണ്ടിയിൽ കയറി. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ നാടകം നിരോധിച്ചത്? എന്ത് കുറ്റം ചെയ്തു ഈ നാടകം എഴുതിയ ആളും അത് അഭിനയിച്ചവരും? കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ കർഷക തൊഴിലാളിയും അനുഭവിക്കുന്ന മർദ്ദനത്തെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇവിടുത്തെ സർക്കാർ അത് നിരോധിച്ചു. അപ്പോൾ ഇവിടെ ജനാധിപത്യമാണോ? ഇവിടെ ആർക്കും അഭിപ്രായം പറയാൻ പറ്റില്ലേ? നാടകത്തിലൂടെ നാടകരചയിതാവും നാടകം അവതരിപ്പിച്ച ക്ലബും അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വണ്ടി മുമ്പോട്ട് ഓടുകയാണ്. ഹൈറേഞ്ചിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ നീലമലകൾ ഉയർന്നു നിൽക്കുന്നു. അവിടെ ഒരു ചുവന്ന സൂര്യൻ ഉയർന്നു വരുന്ന ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ഈ ബസ്സും യാത്രക്കാരും ആ സൂര്യൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, ചുവന്ന സൂര്യൻ. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ വേരുകൾ ഓടിച്ചത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകമായിരുന്നു. ആ നാടകത്തിന് അത്രയും കഴിവുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ നാടകത്തെ തള്ളിപ്പറയാനോ നാടകം മരിക്കുമെന്ന് പറയാനോ പറ്റില്ല. ഇന്ന് ഇവിടെ ഈ റിയാദ് നാടകവേദിയിൽ അവതരിപ്പിക്കുന്ന നാടകം ആശയപരമായും കലാപരമായും അതിൻ്റെ പാരമ്യത്തിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. നിങ്ങൾ തളരരുത്. നിങ്ങൾ ഇനിയും നാടകങ്ങൾ അവതരിപ്പിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് അതിലൂടെ പറയണം. സംസ്കാരം നിലനിർത്തണം. ഇന്ന് നമ്മുടെ നാടെന്ന് ഞാൻ പറയുന്നത് ഈ റിയാദിനെ കുറിച്ചല്ല, കേരളത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഗുണ്ടകളുടെ രാജ്യമാണ്, സ്ത്രീ പീഡനക്കാരുടെ രാജ്യമാണ്. എനിക്ക് 76 വയസ്സായി. കഴിഞ്ഞ ഒരു 10-15 കൊല്ലം വരെ എന്താണ് സ്ത്രീ പീഡനം എന്ന് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി എങ്ങും പോകാൻ വയ്യ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ വരെ നമ്മൾ എവിടെങ്കിലും വിട്ടാൽ സൂക്ഷിക്കണം. മനുഷ്യർ മനുഷ്യാധപന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ അതിനുള്ള ചില രക്ഷപ്പെടൽ സിദ്ധാന്തങ്ങൾ പറയും. ഇത് കലിയുഗമാണ്, മറ്റേ യുഗമാണ് എന്നൊക്കെ. അല്ല, ഈ യുഗങ്ങൾ, ഈ കലിയുഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എടുക്കണമെങ്കിൽ കലയുടെ സ്വാമീപ്യം വേണം. നാടകമായാലും സിനിമയായാലും ഏതായാലും മനുഷ്യൻ്റെ മനസ്സ് സംസ്കരിക്കുന്ന, അവനെ നല്ലത് മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വഴികൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കണം.
അവന് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതായിരിക്കണം. ഇന്നത്തെ മലയാള സിനിമകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സമയം ചിന്തിച്ചാൽ മനസ്സിലാകും നിയമം കയ്യിലെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കഥാനായകനെ ഇടിക്കുകയാണ്, ഇടിച്ചു നേടുകയാണ്. വില്ലൻ വന്ന് വണ്ടി റോഡിൽ ഇങ്ങനെ വിലങ്ങിടും. ഇവിടെ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ജനാധിപത്യമല്ലല്ലോ. നമ്മൾ നല്ല ഭരണമാണെന്ന് പറയേണ്ടി വരില്ലേ? അവിടെ ജനാധിപത്യമാണ്. ഇപ്പം ഇന്നത്തെ പത്രം വായിച്ചവർക്ക് വരെ അറിയാം, മലയാള പത്രം, ഒരു മുൻ മന്ത്രിയും മകനായ ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിലുള്ള വഴക്കും വണ്ടി ഇടിച്ചു തകർക്കലും ഗുണ്ടായിസവും. നമ്മളെ ഭരിക്കുന്നത് അവരൊക്കെ ആണെങ്കിൽ നമ്മൾ ആ രാജ്യം വിട്ടു പോകേണ്ടി വരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാനൊരിക്കൽ KPSCയുടെ മനുഷ്യൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന നാടകം ഉദ്ഘാടനം ചെയ്യാൻ ചെന്നു. അന്ന് നമ്മുടെ നേതാക്കന്മാർ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തവരും ഉള്ളവരുമൊക്കെ ഈ ഫ്രണ്ട് റോയിലുണ്ടായിരുന്നു. അതായത് നയനാർ, പിണറായി വിജയന്, വാസുദേവൻ നായർ, ഇവരെല്ലാം ഇരിപ്പുണ്ട്. ഞാനവിടെ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടകമാണല്ലോ ഈ KPSC എന്ന് പറഞ്ഞാൽ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. അത് വിപ്ലവം ആണ് അതിൽ വേണ്ടത്. നാട്ടിൽ വിപ്ലവം സൃഷ്ടിക്കുക, നാട്ടിൽ ചേഞ്ചുകൾ ഉണ്ടാക്കുക, അത് നല്ലതായിരിക്കണം ആ ചേഞ്ചുകൾ. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വയലാർ എഴുതിയ ഒരു ഗാനമുണ്ട്. ഞാൻ ആ ഗാനം അവിടെ നിന്ന് ഒരു 4 വരി ആലപിച്ചു. അതായത് ഇപ്പോൾ ശ്വാസം മുട്ടലുണ്ടെങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊന്ന് ആലപിക്കാം. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ. നിങ്ങൾ നിന്ന് സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ പല നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കോടി നേടി. ഇത് പാടിയപ്പോൾ മൊത്തം തിയേറ്ററിലിരുന്ന ആൾക്കാർ കൈയടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കൈയടിക്കാൻ വരട്ടെ. ചെങ്കോടിയുടെ നിറം അല്പം മങ്ങിയിട്ടില്ലേ? നിശബ്ദമായി സദസ്സ്. ചെങ്കോടിയുടെ നിറം മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ നിറം വീണ്ടെടുക്കണം. ഇപ്പോൾ ഈ അണിയറയിലുള്ളത് KPSC ആണ്. KPSC കമ്മ്യൂണിസ്റ്റാക്കി മുതൽ ഇങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ കുറേ സിംഹങ്ങളെ ഉണ്ടാക്കിയെടുത്തു. ആ സിംഹങ്ങൾ ഇന്ന് ഉറങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ സിംഹം ഉറങ്ങുന്ന നാടാണ് കേരളം. അതിന് ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ പ്രവർത്തനത്തിന് വൈകല്യം സംഭവിച്ചിരിക്കുന്നു. അത് മാറ്റിയെടുക്കണം. അതിനും KPSC തന്നെ മുമ്പോട്ട് വരട്ടെ. മനുഷ്യൻ്റെ മാനിഫെസ്റ്റോ എന്ന നാടകം മുതൽ നിങ്ങൾ ആ സിംഹങ്ങളെ ഉണർത്താനുള്ള ഉണർത്തുപാട്ടുകൾ ആരംഭിക്കുക എന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ മാധ്യമക്കാരെഴുതിയത് വളരെ നിർഭാഗ്യകരമായ രീതിയിലാണ്. ചെങ്കൊടിയുടെ നിറം മങ്ങി തിലകൻ എന്ന് എനിക്ക് ചീത്തപ്പേരായി. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അത് വായിച്ചു നോക്കിയെങ്കിലേ അറിയൂ. പക്ഷെ ഹെഡിങ് വായിക്കുന്നവരൊക്കെ അവൻ പോക്ക, അവൻ കമ്മ്യൂണിസ്റ്റുകാരെ തള്ളി പറയുക എന്ന് പറയും. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. അത് നിങ്ങളൊരു പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് വായിച്ചിരിക്കാം. സോക്രട്ടീസ്. ഈ സോക്രട്ടീസിനെ
അന്ന് ജനാധിപത്യം നിലവിലുണ്ടായിരുന്ന ഏതൻസിലെ ഏതാണ്ട് 200 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചത്. ഹെംബ്ലോക്ക് എന്ന് പറയുന്ന വിഷം. അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് നിർത്തി അദ്ദേഹത്തിൻ്റെ പേരുള്ള ആരോപണങ്ങൾ അദ്ദേഹം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു, ദൈവവിശ്വാസികൾ അല്ലാതാക്കുന്നു എന്നൊക്കെയാണ്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, നിങ്ങൾ ഇത്രയും ബുദ്ധിമാന്മാരും ചെറുപ്പക്കാരും ഇവിടെ ഉള്ളപ്പോൾ ഈ വയസ്സൻ വിചാരിച്ചാൽ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റുമോ, ദൈവവിശ്വാസികൾ അല്ലാതാകുമോ എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ മതിയെന്ന്. അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 2 വീടിന് ഒരു വിളക്ക് മതിയോ എന്ന്. 2 സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾക്ക് ഒരു വിളക്ക് പോരല്ലോ. അതേ സോക്രട്ടീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഞാനത് പറയട്ടെ എന്നാരോടും അനുവാദം ചോദിക്കരുത്, നിങ്ങളത് പറയുക. ഒരുപക്ഷെ കേൾക്കുന്നയാളിനത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അത് നിങ്ങൾ നോക്കരുത്. ഉദാഹരണത്തിന് ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അയാളെ രോഗി എന്ന് പറയേണ്ടി വരും. ഈ രോഗമുള്ള ആളിന് ആ പേര് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ അയാൾ രോഗിയാണ്, അത് പറഞ്ഞേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് സോക്രട്ടീസ്. ഞാനിപ്പോഴും ഇന്നിപ്പോൾ ഈ റിയാദിൽ വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പെട്ടിക്കകത്തും PJ ആന്റണി എഴുതിയ സോക്രട്ടീസ് എന്ന നാടകം ഇരിപ്പുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ തരത്തിൽ. അത് തട്ടേ കയറ്റാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മനോഭാവം. അതിന് എത്ര സിനിമകൾ വേണമെങ്കിലും മാറ്റിവെച്ചിട്ട് ഞാൻ ചെയ്യും. കഴിഞ്ഞ വർഷവും ഞാനൊരു നാടകം തട്ടേ കയറ്റി 4 മാസം കൊണ്ട് 83 എണ്ണം കളിച്ചിട്ടുണ്ട്. ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന നാടകം. അതിൽ ഭഗവാൻ കൃഷ്ണനെ വരെ ഞാൻ ചോദ്യം ചെയ്തിട്ട് എന്നെ ആരും ഉപദ്രവിച്ചില്ല, കൈയടിക്കുകയാണ് ചെയ്തത്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഇവിടെ അധർമ്മം ഇല്ലാതാക്കാൻ അദ്ദേഹം ഓരോ യുഗത്തിലും അവതരിക്കുമെന്ന്. ഞാൻ ഇപ്പോൾ 76 വർഷമായി ഒരു യുഗം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ജനിച്ചിട്ട്. ഞാൻ പഠിച്ചത് ഇതുവരെ കൃഷ്ണനെ കണ്ടിട്ടില്ല. ഇതെനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? കൃഷ്ണഭക്തന്മാരെന്നെ എതിർക്കും, പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? അതിന് ഞാൻ നാടകം എൻ്റെ മാധ്യമമാക്കും. പണ്ട് എൻ്റെ മകൻ ഷമ്മിക്ക് വേണ്ടി, ഇവൻ്റെ മൂത്തയാൾ, 20 മിനിറ്റുള്ളൊരു നാടകം എഴുതി ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കാൻ. ആ നാടകത്തിൽ ഏറ്റവും കുസൃതിയായ ഒരു ചെറുക്കൻ, 8 വയസ്സുള്ളൊരു പയ്യൻ, അവനാണ് കഥാപാത്രം മെയിൻ. അവനെ സ്കൂളിൽ നിന്ന് കമ്പൽസറി TC കൊടുത്ത് വിട്ടു, ഇടുക്കിയിലുള്ള സ്കൂളിൽ നിന്ന്. അപ്പോൾ അവനെ ഒന്ന് പഠിപ്പിച്ച് നന്നാക്കി എടുക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ തന്ത ടൗണിലുള്ളൊരു സ്കൂളിൽ കൊണ്ടുവന്ന്. അവൻ കേട്ട് കഴിവുണ്ട്, ഇവിടെ ഒരു ഹെഡ് മാസ്റ്ററുണ്ട്, പുള്ളി എങ്ങനെയുള്ള ആളിനെ കിട്ടിയാലും നേരെയാക്കുമെന്ന്. അങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ ആ ഹെഡ് മാസ്റ്ററെ വന്ന ഉടനെ ഇവൻ കീഴിലാക്കി. പക്ഷെ ആ ഹെഡ് മാസ്റ്റർ വിവരമുള്ള ആളായതുകൊണ്ട് അവൻ്റെ കഴിവിനെ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇവൻ കുഴപ്പക്കാരനല്ല. അത് ഇയാളിങ്ങനെ ഇവനുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ ഇവനോട് ചോദിച്ചു, നീ ആരാകാൻ ആഗ്രഹിക്കുന്നേ? അപ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ സഹപാഠികൾക്ക് പുസ്തകം വായിക്കാനില്ലാത്ത സഹപാഠികളുണ്ട്, വിലയ്ക്ക് വാങ്ങിച്ച് പഠിക്കാൻ. അങ്ങനെയുള്ളവർക്ക് പുസ്തകം വാങ്ങാനുള്ള പൈസ കൊടുക്കുകയും എൻ്റെ വിശക്കുന്ന സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന
ഒരാളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹെഡ്മാസ്റ്റർ ചോദിച്ചു, ഓഹോ, അപ്പോൾ ക്രിസ്തുവിനെ പോലെയും കാറൽ മാർക്സിനെ പോലെയൊക്കെ ആകാൻ നീ ആഗ്രഹിക്കുന്നു അല്ലേ? അതിലും വലുതാകാൻ ആഗ്രഹിക്കുന്നു സാറേ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ 8 വയസ്സുള്ള പയ്യനാണ് ചോദിച്ചത്. അപ്പോൾ ഹെഡ്മാസ്റ്റർ ചോദിച്ചെന്താണ്? ഈ ക്രിസ്തുവും കാറൽ മാർക്സും ഒന്നല്ലേ? പെട്ടെന്ന് രക്ഷകർത്താവ് ഡാപ് എന്ന് വിളിച്ചു. ഹെഡ്മാസ്റ്റർ പറഞ്ഞു, കൈ കാണിച്ചിട്ട് പറഞ്ഞു, അവൻ പുസ്തകം വായിക്കുന്നവനാണെന്ന് പറഞ്ഞില്ലേ? അവർക്ക് അങ്ങനെയുള്ള സംശയമൊക്കെ ഉണ്ടാകും. ആ സംശയം നമ്മൾ നിവൃത്തി വരുത്തി കൊടുക്കണം. എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നിയത് ക്രിസ്തുവും കാറൽ മാർക്സും ഒന്നാണെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എന്ന് ക്രിസ്തു പറഞ്ഞു. ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം, കിട്ടാൻ പുതിയൊരു ലോകം എന്ന് കാറൽ മാർക്സും പറഞ്ഞു. ക്രിസ്തു പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അല്ലേ ലോക തൊഴിലാളികൾ? ക്രിസ്തു പറഞ്ഞ സ്വർഗരാജ്യമല്ലേ കാറൽ മാർക്സ് പറഞ്ഞ പുതിയ ലോകം എന്ന നാടകത്തിലുണ്ട്. ആരും പ്രതികരിച്ചില്ല. ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ക്രിസ്തു വലിയ സോഷ്യലിസ്റ്റാണെന്ന്. അപ്പം ഞാൻ ആനന്ദം കൊള്ളുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 77-ലോ 76-ലോ മറ്റോ ഞാൻ എഴുതിയ നാടകമാണത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ നാടകം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിരുത്തി കുറിക്കലുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങൾ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. എനിക്ക് ആഹാരം തന്നിട്ടുണ്ട്. 19-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും നാടകം കളിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഞാൻ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അതിനുശേഷം നാടകത്തിലും സിനിമയിലുമായി 55 വർഷം ഞാൻ ചെലവാക്കി. ഒരു 9 സ്റ്റേറ്റ് അവാർഡുകളും 2 നാഷണൽ അവാർഡും 2 സംഗീത നാടക അക്കാദമിയുടെ അവാർഡും 1 പത്മശ്രീയും നേടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് എൻ്റെ നേട്ടമായിട്ട് ഞാൻ പറയുന്നില്ല. ഈ നാടകം കാണാനിരിക്കുന്ന നിങ്ങളോട് ഇനി കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് വരാം. ഇത് എൻ്റെ നേട്ടമല്ല, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്ന നേട്ടമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ ഗുരുക്കന്മാർ. എങ്ങനെ? ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. എങ്ങനെയാണ്? ഞാൻ സ്റ്റേജിലും സ്ക്രീനിലും നിന്ന് ചിരിച്ചപ്പോൾ നിങ്ങളും ചിരിച്ചു. ഞാൻ കരഞ്ഞപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം കരഞ്ഞു. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയം എൻ്റെ കൈവെള്ളയിൽ നിങ്ങൾ തന്നു. അത് നോക്കി ഞാൻ പഠിച്ചു എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ അഭിനയിക്കരുത് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഗുരുക്കന്മാരെന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് നിങ്ങളോട് നന്ദി പറയാൻ എൻ്റെ വാക്കുകളില്ല. ഞാൻ പഠിച്ച ഒരു ഹിന്ദി കവിതയുടെ 4 ലൈൻ ഇവിടെ ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സബ് ധർത്തി കാഗദ് കരോ ലേഖനി സബ് കനരായ सात समुद्र मशी करो गुरु गुण लिखानद है. ഈ ഭൂമി മുഴുവൻ കടലാസാക്കിയാലും ഈ വൃക്ഷലതാദികൾ മുഴുവൻ പേനയാക്കിയാലും 7 സമുദ്രങ്ങളും മഷിയാക്കിയാലും ഗുരുവിന്റെ ഗുണഗണങ്ങൾ എഴുതി തീർക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്റെ ഗുരുക്കന്മാരാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ടും
ഇന്നിവിടെ നാടകം അഭിനയിക്കുന്ന കലാകാരന്മാർക്കും അതിൻ്റെ അണിയറയിൽ വർക്ക് ചെയ്തവർക്കും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു.